ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ വീടിൻ്റെ പാലുകാച്ചലാണ് കേട്ടോ. പാലുകാച്ചൽ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ കുറച്ച് ആൾക്കാരെ വിളിച്ച് വരുത്തി അങ്ങനെയുള്ളൊരു പരിപാടിയല്ല കേട്ടോ. കുക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പാല് കാച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓൾറെഡി ഇവിടെ താമസം തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കള. പിന്നെ എൻ്റെ അച്ഛനും അമ്മേനെയും അതുകൊണ്ട് അച്ഛനും അമ്മേനെയൊന്നും കാണാൻ പറ്റില്ല, കാരണം അവരൊക്കെ ജോലിയും ഒക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനും അമ്മയും ലീവിന് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ കസിൻസ്. അവന്മാർ ഫ്രീ ആയതുകൊണ്ട് അവന്മാരും വരാമെന്ന് പറഞ്ഞു. വീടൊക്കെ ഒന്ന് കാണാമല്ലോ, പരിസരവും ഒക്കെ കാണാമല്ലോ. അവന്മാർ എനിക്കതിന് മുന്നേ തന്നെ എൻ്റെ സ്നോ ബേബി എണീറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ പാല് കാച്ചലാണ്. സമയം 6:30, 7 മണി 8 മണി ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ആക്കുമായിരിക്കും. രാവിലെ തന്നെ എനിക്ക് രണ്ടാളും എല്ലാവരും വിളിച്ച് ജനിപ്പിക്കണം, കുളിക്കണം, പാല് കാച്ചണം. അങ്ങനെ പ്ലാൻ അല്ലേ? അതെന്നെ കുക്ക് ചെയ്യാൻ ഇവരുടെ ഇൻസ്റ്റയിൽ കാണുന്ന ആദർശ പുത്തു നോക്കൂ. അപ്പൊ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തു. ഇനി ഡെപ്പകളൊക്കെ ഇവിടെ നിന്ന് മാറ്റണം. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പാല് കാച്ചാൻ പോകുന്നതായിരിക്കും. അവള് കുളിക്കാൻ പോയിട്ടുള്ളൂ. കുളിക്കാൻ വരുമ്പോഴേക്കും നമ്മൾ പാല് കാച്ചുന്നതായിരിക്കും. അതും എനിക്ക് കുളിച്ചു പൂജിക്കാണ്. ഞാൻ എനിക്ക് പാലൊക്കെ റെഡിയാക്കി വെക്കാൻ പോണു. ഇവിടെ അച്ഛനമ്മമാരൊന്നും ഇല്ല കേട്ടോ. അവരൊക്കെ ജോലിക്ക് പോയ ആൾക്കാരായതുകൊണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ ചിലപ്പോൾ എത്തും. മഴയാണ്, നല്ല മഴയാണ്. അതുകൊണ്ട് നമുക്ക് സമയമുണ്ടല്ലോ, അപ്പോൾ വേഗം ചെയ്യണം. ബാക്കിൽ നിന്ന് ചെയ്തോണ്ടല്ലോ അത്. പിന്നെ ഇതെനിക്ക് അതും അമ്മ മേടിച്ചെന്നോട് പാടെ ഗൈസ്. ഇത് ഷേപ്പാക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. അവന്മാരൊക്കെ അവിടെ ഇട്ടിട്ടില്ല. ഹായ് ഗായ്സ്, നമ്മൾ പാല് കാച്ചാൻ പോണു. ഉറക്കത്തിൽ നിന്ന് പല്ലേച്ച കണ്ണനെ അവിടെ പോയി വല്ല മീനെ പിടിക്കാം. രാവിലെ എനിക്കപ്പോ തന്നെ എന്നിട്ട് ചൂണ്ട പിടിക്കാൻ നോക്കിക്കണം കൈ. പാല് പിടിക്കാനുള്ള ക്ലാസ് ഒക്കെ ഇവിടെ ഉണ്ട്. കോഫി മതി. കോഫി പാല് പിടിക്കില്ലേ? കുറച്ച് ഉപ്പും പഞ്ചസാര ഉണ്ടായിട്ട് തരാന്ന്. കറണ്ട് പോയി ഗൈസ്, കറണ്ട് പോയാ നമ്മൾ എഡിറ്റ് ചെയ്ത് നല്ല അങ്ങനത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കാണാറ്. നമ്മൾ എഡിറ്റ് ചെയ്യാത്ത നാച്ചുറൽ വീഡിയോ കണ്ടോ? മോർണിംഗ് വൈബ്. സൗണ്ട് വരുന്നു, സൗണ്ട്. പാലിയാച്ചം കാണാൻ വേണ്ടി മുകളിൽ കയറി കിടക്കണം. കറണ്ട് വന്ന് കൊതയ്ക്കാനായിട്ടുണ്ട് കൊറേ പിള്ളേർ. അതിന്റെ ഇടയ്ക്ക് ക്യൂബ്. നമ്മുടെ പാല് തിളക്കാനായിട്ടുണ്ട്. നമ്മുടെ പാല് തിളക്കണ സ്നോ ഇവിടെ വന്നിട്ടുണ്ട്. ഓ ഗോഡ്, സ്വാമി എല്ലായിടത്തേക്കും പോന്നേ. ആരോ കൊറേ വിട്ടത്? കിച്ചണാ കൊറേ വിട്ടേ? ഞങ്ങളുടെ പാല് കാച്ചൽ കഴിഞ്ഞു. ഗ്ലാസിന്റെ ഇടയിൽ ഒരു വേസ്റ്റ് ബാസ്കറ്റ് ഗ്ലാസ് ഉണ്ട്. ബേബിയുടെ ഗ്ലാസ് എല്ലാവർക്കും നമ്മൾ ഒഴിച്ചു കൊടുത്തു തുടങ്ങി. എന്താ പറയാനുള്ളത് നിമിഷം? കാപ്പിപ്പൊടി കിട്ടിയല്ലേ, പാലില് പഞ്ചസാര ഇട്ട് വെക്കും ഗൈസ്. ഒരാൾ കാപ്പി ആക്കിയാൽ മതി, ഒരാൾ പാല് കുടിക്കില്ല. എന്നാൽ എല്ലാവരും കൂടി കുടിപ്പിക്കണമല്ലോ. പോയി ഗൈസ്, ഞങ്ങളേ പോടാ. ഓ നല്ല വൈബ് ഉണ്ടല്ലോ, നല്ല വൈബ് അല്ലേ? സൺറൈസ്
വെച്ച് കഴിയാൻ വേണ്ടി കാത്തിരുന്നത് എല്ലാവരും കൂടെ പാടത്തേക്ക് ഓടിയിട്ടുണ്ട്. ഇന്നലെ എൻ്റെ അനിയൻ പോയിട്ട് അവിടെ എന്തോ ഒരു ചൂണ്ടിട്ട് വെച്ചു. അതിൽ മലിഞ്ഞും പെടും പറഞ്ഞിട്ടിരിക്കുക. നോക്കി നമുക്ക് ഇവിടെ നിന്ന് സൺറൈസ് കാണാം. കിടിലം വൈബ് സ്പോട്ടാണ്. പക്ഷേ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കണം. ഞാൻ എന്താ സൂക്ഷിച്ചാണ് നടക്കണത്. ബിക്കോസ് ഇവിടെ കണ്ട ചെളിയൊക്കെ. ഗോയ്സ് വാട്ട് എ വൈബ് അല്ലേ, നല്ല രസമുണ്ട്. ഇവരെ വീടിന്റെ ചെറുതാണ്. സൂക്ഷിച്ച് നോക്കിയത് അവിടെ ഒരു മല കാണാൻ കണ്ട. ആരാണത് കനകമല എന്ന് പറഞ്ഞേ? ബുദ്ധിമാനെ. ബുദ്ധിമാനാണോ നീ? എടാ അവിടെ എന്താ ചൂണ്ടിട്ടത്? നോക്കട്ടെ ഏത് ഭാഗത്ത്. ഓ എടാ രാവിലെ ചൂണ്ടിടണ ചൂണ്ടിട്ടേക്ക. രാവിലെ ഇട്ട മുഷുനെ കിട്ടുന്ന കണ്ണം പറഞ്ഞു ആ ഗൈസ് എത്ര മണി? 7 മണിക്ക് കാഴ്ചനി കാണുന്ന പാല് കഴിച്ചിട്ട് എല്ലാരും കൂടെ പാടത്തേക്ക് ഓടി. ഇത് പുഴ ആയോണ്ടാണ് മണ്ട. ഇത് കനാലി ഇവിടെ പുഴ ഇല്ല. ഓർമ്മയില്ല ഇതിന്റെ പേരാണ് പുഴ എന്തോ പോലെ പുഴ അല്ല പുഴയോരോ അല്ല എന്താ പുഴ മാത്രമേ ഉള്ളൂ. ഈ സാധനം അയച്ചിടല്ല. അല്ല വേറെന്ത് പറഞ്ഞ പേര് പുഴ. വേറെന്തോ പേര് പറഞ്ഞല്ലേ? കുഞ്ചു ഞാനുണ്ടായിരുന്നു പുഴ. അതെ എന്തോ ഒരു പേര് ചേർത്തിട്ട് പുഴ. അതന്നെ എന്തോ പുഴ. അമ്മൂമ്മ പറഞ്ഞു നമുക്ക് കാലം അതാ പുഴയാണെന്ന്. പുള്ളിന്റെ അടുത്താണ് നമ്മുടെ വീട്. ബസ് പോണ്ട് അവിടെ അറ്റത്ത് ബസ് പോണ്ട്. മരം കാണാൻ്റെ അടുത്ത് ബസ് പോണ്. ഞങ്ങള് ഓണർ പറയും. പിന്നെ നമ്മള് അയൽവക്കക്കാരോടൊക്കെ നൈസായിട്ട് ചോദിച്ചാൽ സൂര്യ നമസ്കാരം ചെയ്യാൻ വേണ്ടി സൂര്യമ്മച്ചായ ചെയ്യാൻ വേണ്ടാ. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ സമാപിക്കാണ്. 100 വർഷം ഞങ്ങൾ ഈ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോ ഇവിടെ പാടങ്ങളൊക്കെ ഉണ്ട്. പാടത്തിന്റെ വിശേഷമൊക്കെ അടുത്തതായിട്ട് വരുന്നതായിരിക്കും. ഇപ്പൊ ഭയങ്കര സൗണ്ട് കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. പിന്നെ പാലയാച്ചെല്ലാം കഴിഞ്ഞു. അതാണ്. അപ്പൊ ഞങ്ങള് ബാക്കിയൊക്കെ വിശേഷങ്ങളൊക്കെ പറയാം. അത്രേ ഉള്ളൂ. അച്ഛൻ അവിടെ നിപ്പുണ്ട്. അച്ഛൻ മീനെ നോക്കി നിക്കാണ്. ഓക്കെ.